ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. കുറച്ചധികം നാളായിട്ടോ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്ത് ചെയ്യാനാ, കുറച്ച് മടി അങ്ങ് കൂടിപ്പോയി. അപ്പോൾ ഇന്ന് എനിക്കൊരു മൂഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എഡിറ്റ് അങ്ങ് ഇടാമെന്ന് കേട്ടോ. ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പോയ ഒരു ട്രിപ്പായിരുന്നേ. ഞങ്ങളിത് നിസ്വയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒമാനിൽ തന്നെയുള്ളൊരു ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ് നിസ്വ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദ ഡേ ഷിട്ടു, അഥവാ അയറ. അതെൻ്റെ ഫ്രണ്ട് വിൻറ്റുൻ്റെ ഹസ്ബൻഡ് അജിത്തേട്ടൻ. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ത്രൂ ഔട്ട് ദ ജേർണി നമുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കാറിൽ അത്യാവശ്യം യാത്ര ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇറ്റ് വാസ് വെരി ഫൺ. മസ്കറ്റിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ നിസ്വയിലേക്ക്. അപ്പോൾ നമ്മൾ പ്ലാൻ പെട്ടെന്നൊന്ന് ചേഞ്ച് ആക്കി. ഈ നിസ്വയിലേക്ക് പോകുന്ന വഴിയാണ് ഫഞ്ച എന്ന് പറഞ്ഞ പ്ലേസ് ഉള്ളത്. അവിടെ ഒരു ഹെറിറ്റേജ് വില്ലേജും ഉണ്ട്. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് ആദ്യം അവിടെ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ നേരെ ഫഞ്ച ഹെറിറ്റേജ് ഹൗസിലേക്ക് പോയി. വില്ലേജ് എല്ലാം ഹെറിറ്റേജ് ഹൗസാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കയറണമെങ്കിൽ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1 ഒമാനി റിയാൽ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഹെഡ് വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് വേണ്ട. ഇവിടെ ഔട്ട്സൈഡ് ഫുഡ്സ് ഒന്നും അലൗഡ് അല്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കുറച്ച് ഫാം പോലെ കുറച്ച് ബേർഡ്സും പിന്നെ റാബിറ്റ്, ഷീപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസും നല്ല പറയുക, നമുക്ക് ഭയങ്കര റിലാക്സിങ് മൂഡായിരുന്നു കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊരു പ്ലേസ് ഉണ്ട്, അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് കുറേ നേരം പോയിരിക്കാനൊക്കെ പറ്റുമോ, എത്ര നേരം വേണമെങ്കിലും പോയിരിക്കാം നമുക്കവിടെ. അപ്പോൾ നിങ്ങളൊന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അങ്ങനെ ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഞങ്ങൾ നിസ്വയിലെത്തി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ മീൽസിന് ഓർഡർ ചെയ്ത, പക്ഷേ മീൽസ് ഉണ്ടായിരുന്നില്ല, ആകെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു, കഴിച്ചു ഗൈസ്. അത്യാവശ്യം നല്ലൊരു ബിരിയാണി ആയിരുന്നു. ഒരുപാട് സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയത്തിലേക്കായിരുന്നു. എന്താ പറയുക, പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ എന്താ ഒരു അതിവിശാലമായ ഷോറൂമായിരുന്നു കേട്ടോ. അത് ഭയങ്കര വലുതായിരുന്നു പുറത്ത് നോക്കുമ്പോഴേ. ഉള്ളിൽ കയറുന്ന നേരത്ത് ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു. നട്ടുച്ചയാണുള്ള സമയം. പക്ഷേ നിസ്വയിലൊരു കാലാവസ്ഥ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ആ ചൂടിനൊരു തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അയറയ്ക്കാണെങ്കിൽ അവിടെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി അങ്ങ് എൻജോയ് ചെയ്യുമായിരുന്നു. ഈ മ്യൂസിയത്തിൽ ഒമാൻ എന്ന കൺട്രിയുടെ ഫോർമേഷൻ തൊട്ട് ഇപ്പോൾ നിൽക്കുന്ന അതിൻ്റെ ഒരു സ്റ്റേറ്റ് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ ഒരു ജിയോളജിക്കാരി അന്നേരം പുറത്തിറങ്ങി. ഞാനാണെങ്കിൽ മറ്റേ നാഗവല്ലിയായി ആ ഒരു സമയത്ത്. ശ്രീകുട്ട ഇത് കണ്ടോ, ശ്രീകുട്ട അത് കണ്ടോ, ഈ റോക്ക് കണ്ടോ, അത് ഇതാണ്, ഇത് പ്രീക്യാമ്പ്രിനാണ്, ഇതാണ് നമ്മൾ ചക്കാൻ മാങ്ങ തേങ്ങാന്ന് അന്ന് പഠിച്ചപ്പോഴും എനിക്കറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ മുക്കും മൂലയൊക്കെ വെച്ച് വലിയ വീപങ്ങളൊക്കെയിരുന്നു അവിടെ വെച്ചിട്ട് കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് മാത്രമല്ല, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത്, തൊട്ട് നോക്കി അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, ആ ഒരു ത്രൂ ഔട്ട് ഒരു 2 and 3 hours ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും മടുപ്പ് തോന്നിയില്ല. ഒട്ടും ഒരു എന്താ പറയുക, ഭയങ്കര എൻഗേജ്ഡ് ആയി നമ്മൾ അതിൻ്റെ ഉള്ളിൽ. നമുക്ക് ചെയ്യാൻ ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതുപോലെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ,
ഇതൊരു വുഡായിരുന്നു കേട്ടോ. ഇതിനകത്ത് സിലിക്ക മിനറൽസ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് പെട്രിഫൈഡ് വുഡായിട്ട് മാറി കേട്ടോ. പിന്നെ ഇതൊക്കെ സോയിൽ സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ചാട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗെയിംസ് ഉണ്ടെന്ന്, അതൊക്കെയാണ് ഇത് മറ്റേ നമ്മൾ ഓരോ ഡോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പണ്ടത്തെ നമ്മുടെ ശിലാശില്പങ്ങളില്ലേ, ആ കാര്യങ്ങളാട്ടോ ഈ കാണിക്കുന്നതൊക്കെ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ എടക്കൽ ഗുഹയൊക്കെ ഓർമ്മ വന്നു. പിന്നെ ഇത് കണ്ടോ, ഇതൊരു അടിപൊളി സ്പേസ് ആണ്. ഭയങ്കര ഒരു 3D എഫക്റ്റും എനിക്ക് തോന്നിയത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഒരു സ്ക്രീനാണ്. അപ്പോൾ അത് വിഷ്വലി അവർ ഓഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു നമുക്ക്. ഒമാനെ കുറിച്ചിട്ട് വന്ന ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ അവിടുത്തെ സുൽത്താൻമാരെ കുറിച്ചൊക്കെ ഓരോ നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ നിസ്വ സൂക്കിലേക്ക് പോയി. നിസ്വയിൽ വന്നിട്ട് പിന്നെ സൂക്കിൽ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. 40 പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നിസ്വ സൂക്കിലേക്ക് പോയി. അവിടെ അവരുടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒമാൻ ഈസ് ബെസ്റ്റ് ഫോർ ദിസ് സ്വീറ്റ്സ്, പ്രത്യേകിച്ച് അവരുടെ ഹൽവ. ഞാനും അങ്ങനെ ഹൽവയൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇവർ മെനക്കെട്ടിരുന്ന ഹൽവ ടേസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ, ശ്രദ്ധനും ബിന്ദുവും കൂടെ. അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്തു. എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, ഞാനതങ്ങ് മേടിച്ചു കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പക്ഷേ ഈ സാധനമൊക്കെ ഞാൻ ലോട്ടുന്നത് 200-300 പൈസയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ 2 റിയാൽ 3 റിയാലൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങ് തൊട്ട് നോക്കിയതേയില്ല. പിന്നെ അവിടെ കുറേ നേരം സമയമൊക്കെ ചിലവഴിച്ചു. രാത്രി ആയതുകൊണ്ട് ഭയങ്കര ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ നിസ്വ വിശേഷങ്ങൾ. എല്ലായിടത്തും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങളൊക്കെ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും മസ്കറ്റിലുള്ളവർ ഉറപ്പായിട്ടും വീഡിയോസ് കാണണം കേട്ടോ. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.